ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് മഹാഭാഗവതത്തിൻ്റെ അവസാന ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ യദുവംശത്തിൻ്റെ നാശം പറഞ്ഞു. ഭഗവാന്റെ സ്വർഗാരോഹണമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും ഒരു നിമിഷം ഭഗവാനെ പ്രാർത്ഥിച്ചു കൊള്ളുക. ഇവിടെ യദുവംശം നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ബലരാമൻ സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞു. യശോദയും നന്ദഗോപരും അതുപോലെ ഗോപസ്ത്രീകളും എല്ലാവരും തന്നെ ഈ ഭൂമി വിട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനി എൻ്റെ സമയമാണ് എന്ന് സർവേശ്വരനായ ഭഗവാൻ സച്ചിദാനന്ദമൂർത്തി തിരുവുള്ളത്തിൽ ഉറച്ചു. എന്നിട്ട് സകല വൈഷ്ണവ ചിഹ്നങ്ങളോടും കൂടി അദ്ദേഹം ഒരു അരയാലിൻ്റെ ചുവട്ടിൽ പത്മാസനത്തിൽ ഇരിക്കുകയാണ്. വൈഷ്ണവ ചിഹ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതായത് ശംഖുചക്ര ഗദാ പത്മധാരിയായിട്ട്, അതുപോലെ ഘനശ്യാമള കളകോമള വർണ്ണഭംഗിയോടു കൂടിയിട്ട്, അതുപോലെ മനോഹരങ്ങളായ മകരകുണ്ഡലങ്ങൾ ധരിച്ചുകൊണ്ട്, വനമാല, കൗസ്തുഭമാല, തുളസിമാല അങ്ങനെയുള്ള മാലകളൊക്കെ ധരിച്ചുകൊണ്ട്, ശ്രീവത്സാംഗിത തിരുവക്ഷസോടുകൂടി, അങ്ങനെ പീതാംബരം ഞൊറിഞ്ഞുടുത്തിട്ട്, അങ്ങനെയുള്ള ആ മഹാവിഷ്ണു ആ രീതിയിലാണ് സർവേശ്വരൻ ആ അരയാലിൻ്റെ ചുവട്ടിൽ പത്മാസനത്തിൽ ഇരിക്കുന്നത്. പക്ഷേ സാധാരണ മനുഷ്യർക്ക് അവരുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് അങ്ങനെ കാണാൻ സാധിക്കുകയില്ല. ആകാശത്ത് ദേവന്മാരെല്ലാവരുമുണ്ട്, അവർക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അദ്ദേഹം ആ അരയാലിൻ്റെ ചുവട്ടിൽ പത്മാസനത്തിൽ മൂലാധാരം തറയിൽ ഉറപ്പിച്ച്, അരവിന്ദ നയനങ്ങൾ പകുതി അടച്ച്, ആത്മാവിനെ ആത്മാവിൽ അടക്കി ഏകാന്ത ധ്യാനത്തിൽ മുഴുകി അദ്ദേഹം പത്മാസനത്തിൽ ഇരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തൃച്ചുണ്ടിൽ ഒരു മന്ദഹാസം പ്രകാശിച്ചുകൊണ്ടേയിരുന്നു. ആ സമയം നേരത്തെ നമ്മൾ പറഞ്ഞ ആ ജര എന്ന വേടൻ, കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ അങ്ങനെ ഒരു വേടനെ പറ്റി പറഞ്ഞിരുന്നു. ആ ജര എന്ന വേടൻ ആ ഉലക്കയുടെ അവശിഷ്ടം കൊണ്ടുണ്ടാക്കിയ അമ്പുമായി മൃഗങ്ങളെ തേടി ആ സ്ഥലത്തിനടുത്തുള്ള ഒരു കാട്ടിൽ വന്ന് ചേർന്നു. അകലത്തിൽ നിന്നുകൊണ്ട് പച്ചിലക്കാടുകളുടെ ഇടയിൽ കൂടി അങ്ങോട്ടു നോക്കിയപ്പോൾ മരതക കാന്തി ചിന്തുന്ന ഭഗവാന്റെ ചെന്തിലർ പാദം അയാൾ കാണുകയാണ്. അതൊരു കൃഷ്ണമൃഗമാണ് എന്നാണ് ആ ജരൻ, ആ വേടൻ വിചാരിച്ചത്. അങ്ങനെ കരുതി ജരൻ തൻ്റെ ആയുധം, തൻ്റെ ബാണം അതിനെ ലക്ഷ്യമാക്കി തൊടുത്തുവിട്ടു. അതിനുശേഷം മൃഗത്തിനെ പിടിക്കാനായി അവൻ ഓടി അടുത്തു വന്നപ്പോൾ കണ്ട കാഴ്ച, 4 തൃക്കൈകളോടും 4 വശവും പ്രകാശിക്കുന്ന പ്രഭാദീപ്തിയോടും കൂടി യോഗസ്ഥനായിരിക്കുന്ന ആ പുണ്യപുരുഷോത്തമനെയാണ് അയാൾ കാണുന്നത്.
പാപഭീതനായി വിറച്ച് ചൈതന്യമില്ലാത്തവനെ പോലെ അവൻ നിന്ന നിലയ്ക്ക് വീണുപോയി. ഭഗവാനെ, കരുണാനിധി, അറിയാതെ അടിയൻ ചെയ്തു പോയ അപരാധം ക്ഷമിക്കണമേ. ദേവാദികൾക്കു പോലും സദാ കാണുവാൻ കൊതിക്കുന്ന ആ തൃപ്പാദത്തിൽ അടിയൻ അമ്പ് എയ്തുവല്ലോ. ഭഗവാനെ, ഈ പാപി ഇനി എന്തിനു ജീവിക്കുന്നു? മഹാബലിയുടെ ശിരസ്സിലും അഹല്യയുടെ ശരീരത്തിലും കാളിയൻ്റെ മസ്തകത്തിലും അർപ്പിച്ച ആ തൃപ്പാദത്തിൽ ശരമെയ്ത ഈ മഹാപാപി ഇനി എന്തിനു ജീവിക്കണം? സർവേശ്വര ഭഗവാനെ, അടിയന് മാപ്പു നൽകണമേ. അടിയൻ്റെ അപരാധം പൊറുക്കേണമേ. കൃഷ്ണ, കാരുണ്യവാരിധേ, അടിയനോട് ക്ഷമിക്കണമേ. ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അയാൾ സർവേശ്വരൻ്റെ കാൽക്കലേക്ക് വീഴുകയാണ്. ആ സമയത്ത് ഭഗവാൻ തൻ്റെ കണ്ണുകൾ തുറന്നു. പുഞ്ചിരിച്ചു സർവേശ്വരൻ. എന്നിട്ട് ഇങ്ങനെ അരുളി ചെയ്തു: അല്ലയോ പുണ്യവാനായ കാട്ടാള, നീ ഭയപ്പെടേണ്ട. നീ ധന്യനായിരിക്കുന്നു. ഞാനാണ് നിന്നെക്കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത്. ഇരുമ്പുലക്കയുടെ അവശിഷ്ടത്താൽ ഉണ്ടാക്കപ്പെട്ട അമ്പിനാൽ അവസാനം ഞാനും വധിക്കപ്പെടണം എന്നു വരുത്തുവാൻ വേണ്ടി നിന്നെക്കൊണ്ട് ഞാനിത് ചെയ്യിപ്പിച്ചതാണ്. നീ അപരാധിയല്ല, നീ സുകൃതികളിൽ സുകൃതിയാണ്. ഭൂമിയിൽ നിനക്കു ജീവിക്കുവാൻ ആഗ്രഹമില്ല എന്ന് പറഞ്ഞതുകൊണ്ടും എൻ്റെ സ്വർഗാരോഹണത്തിന് നീ കാരണഭൂതനായി ഭവിച്ചിരിക്കുന്നത് കൊണ്ടും എന്നിൽ നിനക്കു ദൃഢമായ ഭക്തിയുള്ളതുകൊണ്ടും നിനക്കു ഞാൻ ഇപ്പോൾ തന്നെ മുക്തി നൽകുന്നു. ഇങ്ങനെ പറഞ്ഞ് സർവേശ്വരൻ ആ വേടനെ, ജര എന്ന വേടനെ അനുഗ്രഹിച്ചു. ആ സമയം ആകാശത്തു നിന്നും ഒരു ദേവവിമാനം താഴെ വന്ന് അവനെയും കയറ്റിക്കൊണ്ട് സ്വർഗലോകത്തിലേക്ക് പോയി. അവൻ്റെ ജഡം മാത്രം അവിടെ അവശേഷിച്ചു. അവൻ്റെ ആത്മാവ് സ്വർഗം പ്രാപിച്ച് മുക്തി നേടി. ഹരേ കൃഷ്ണ. അതുപോലെ അർജുനനെ കൂട്ടിക്കൊണ്ടുവരുന്നതിനായി ഒരാളെ സർവേശ്വരൻ ഹസ്തിനപുരിയിലേക്ക് വിട്ടിരുന്നു. ആരെയാണ് വിട്ടത്? ദാരുകനെ. ആ ദാരുകൻ അപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം എവിടേക്ക് പോയി? പ്രഭാസ തീർത്ഥത്തിലേക്ക് പോയി. അപ്പോഴാണ് അവിടെ നടന്ന സർവ്വ സംഭവങ്ങളും അദ്ദേഹത്തിന് മനസ്സിലായത്. അദ്ദേഹം അവിടെ എല്ലാം തിരഞ്ഞു, കൃഷ്ണൻ ഉണ്ടോ ആ കൂട്ടത്തിലെന്ന്. പക്ഷേ അവിടെ എങ്ങും കൃഷ്ണനെ കണ്ടില്ല. ദാരുകന് സന്തോഷമായി. അതിനുശേഷം അദ്ദേഹം ഭഗവാനെ തിരഞ്ഞ് എവിടെ എത്തിച്ചേർന്നു? ആ അരയാലിൻ്റെ ചുവട്ടിൽ എത്തിച്ചേർന്നു. വന്ന പാടെ ജഗത്പതിയുടെ പുണ്യപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഉണർത്തിച്ചു: ഭഗവാനെ, അർജുനനെ വിളിക്കുവാൻ അടിയനെ പറഞ്ഞയച്ചിട്ട് അവിടുന്ന് ഈ മായാലീലകൾ ആടുകയായിരുന്നുവോ? ലോകരക്ഷക, അങ്ങ് പോവുകയാണോ? ഈ പ്രപഞ്ചമണിദീപം അണയുവാൻ തുടങ്ങുകയാണോ? അങ്ങയുടെ തൃപ്പാദങ്ങളിൽ കാണുന്ന അമ്പും ഈ ചത്തുകിടക്കുന്ന വേടനും, അയ്യോ, ഇതിൻ്റെയൊക്കെ രഹസ്യം എന്താണ്? സദാസമയവും അങ്ങയുടെ കൂടെ
സാരഥിയായി നടന്ന ഈ ദാരുകൻ ഇതെങ്ങനെ സഹിക്കും? കൃഷ്ണ, ലോകരക്ഷകനായ ഭഗവാനെ, ഇങ്ങനെ പറഞ്ഞ് ദാരുകൻ കരയുകയാണ്. അപ്പോൾ സർവേശ്വരൻ ഇങ്ങനെ അരുളി ചെയ്തു: ഭക്തനായ സൂത, നീ കരയാതെ എഴുന്നേൽക്കൂ. ഇത് കരയുവാനുള്ള സമയമല്ല. എൻ്റെ അവതാരകാലം അവസാനിച്ചിരിക്കുന്നു. മൂലകാരണമായ വിഷ്ണുവിൽ വിലയം പ്രാപിക്കേണ്ട സമയം അടുത്തിരിക്കുന്നു. അതിനാൽ ഈ ലോകം ഞാൻ വെടിയുകയാണ്. എനിക്ക് 106.5 വയസ്സ് പ്രായമായി. നീയും നിന്റെ കർമ്മബന്ധങ്ങൾ അവസാനിപ്പിച്ച് സ്വർഗലോകം പ്രാപിച്ചാലും. ആട്ടെ, നിന്റെ കൂടെ വന്ന അർജുനൻ എവിടെ? ഇങ്ങനെ സർവേശ്വരൻ ചോദിച്ചപ്പോൾ പാർത്ഥൻ ദ്വാരകയിലുണ്ട്. അവിടുന്ന് ഇവിടെയാണ് എന്നറിഞ്ഞിരുന്നു എങ്കിൽ ഇങ്ങോട്ട് വരുമായിരുന്നു എന്ന് സൂതൻ ദാരുകൻ അറിയിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു: ദാരുക, നീ ഇനി ഇവിടെ ഒട്ടും താമസിക്കരുത്. വേഗം തന്നെ ദ്വാരകയിൽ പോയി യദുവംശം നശിച്ചു എന്നുള്ള കാര്യം അവിടെ അറിയിക്കുക. ആരും പറയാനില്ലാത്തതുകൊണ്ട് അവിടെയൊന്നും അറിഞ്ഞു കാണുകയില്ല. ജ്യേഷ്ഠൻ്റെ സ്വർഗാരോഹണ വിവരവും ധരിപ്പിക്കണം. ഞാനും ഉടൻ തന്നെ പ്രപഞ്ചത്തിൽ നിന്നും മറയും എന്നും അറിയിക്കുക. എൻ്റെ തിരോധാനത്തോടുകൂടി ദ്വാരക സമുദ്രത്തിനടിയിൽ താഴും. അതിനു മുമ്പ് അവിടെ ഇപ്പോൾ അവശേഷിച്ചിട്ടുള്ള എല്ലാവരും തങ്ങൾക്കുള്ള ധനധാന്യാദികൾ എടുത്തുകൊണ്ട് വൻകരയിലേക്ക് കടക്കുവാൻ പറയണം. അവരെല്ലാവരും ഇനിമേൽ അർജുനൻ്റെ കൂടെ ഇന്ദ്രപ്രസ്ഥത്തിൽ പോയി താമസിക്കുവാൻ ഞാൻ ആജ്ഞാപിച്ചിരിക്കുന്നതായി അറിയിക്കണം. എൻ്റെ നിർദ്ദേശം വിജയനെയും പ്രത്യേകം ധരിപ്പിക്കണം. ഇന്ദ്രപുത്രനെ ഇവിടെ വരുത്തിയത് ഈ കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിക്കുവാൻ വേണ്ടിയാണ്. അനിരുദ്ധപുത്രനായ വ്രജകുമാരനെ യദുകുലത്തിൻ്റെ രാജാവായി വാഴിക്കുവാൻ ഞാൻ പറഞ്ഞതായി അർജുനനെ അറിയിക്കണം. ദ്വാരകയിൽ എൻ്റെ മന്ദിരത്തിൽ നീ പ്രവേശിച്ച് ധ്യാനനിരതനായി ഇരുന്നു കൊള്ളുക. സമുദ്രം കയറി അത് മുക്കിക്കഴിയുമ്പോൾ നിനക്ക് എൻ്റെ പാദങ്ങളിൽ ലയിക്കുവാൻ സാധിക്കും. ഇങ്ങനെ സർവേശ്വരൻ അരുളി ചെയ്തു. ഇപ്രകാരം എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്തതിനു ശേഷം 14 ലോകങ്ങൾക്കും കാരണഭൂതനായ ആദിമധ്യാന്ത രഹിതനായ ഭഗവാൻ തൻ്റെ ഇന്ദീവര നയനങ്ങൾ നിലീമനം ചെയ്തു. ഹരേ കൃഷ്ണ. യോഗധാരണ ധ്യാനനിരതനായി പ്രാണനെ അടക്കി സമാധിയിൽ ലയിച്ച് നിശ്ചലനായി അദ്ദേഹം ഇരുന്നു. ഈ സമയം അദ്ദേഹത്തിൻ്റെ ഗരുഡാങ്കിത ധ്വജത്തോടു കൂടിയ ദേവരഥവും പാഞ്ചജന്യ ശംഖും വെള്ള കുതിരകളും പത്മവും ധനുസും കൗമോദകം എന്ന ഗദയും ആകാശത്തിലേക്ക് ഉയർന്ന് അപ്രത്യക്ഷങ്ങളായി. കൃഷ്ണൻ പത്മാസനം പൂണ്ട് നേത്രങ്ങൾ അടച്ച് പ്രാണനാഡിയെ അഗ്നിസുഷുമ്നയിൽ കൂടി മേൽപോട്ട് ജ്വലിപ്പിച്ച് അചഞ്ചലനായി സമാധിയിൽ ലയിച്ചിരിക്കുന്ന ത്രിലോകനാഥൻ്റെ മൂർധാവിൽ കൂടി നിർഗമിക്കുന്ന യോഗാഗ്നിയുടെ
ധൂമം കണ്ട് ഭക്തിപുളകിതനായ ദാരുകൻ ആ പുണ്യപുരുഷോത്തമൻ്റെ പരിപാവന പാദസന്നിധിയിൽ പലവുരു വീണ് നമസ്കരിച്ചു. അതിനുശേഷം അദ്ദേഹം എഴുന്നേറ്റ് പല തവണ ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് കുറേ സമയം ഭഗവാനെ നോക്കി നിന്നതിനു ശേഷം ദാരുകൻ ദ്വാരകയിലേക്ക് ഓടി. ഭഗവാന്റെ സ്വർഗാരോഹണം കണ്ട് നയന സാഫല്യമടയുവാൻ കൈലാസവാസനും ബ്രഹ്മദേവനും ബ്രഹ്മർഷി മുഖ്യരും ഇന്ദ്രാദി ദേവസമൂഹവും ഗന്ധർവ കിം പുരുഷ യക്ഷ കിന്നരാദികളും ത്രിദേവികളും ദിവ്യനാഗങ്ങളും ആകാശത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ഭഗവാന്റെ ജന്മകർമാദി മഹാത്ഭുത പുണ്യലീലകളെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് പൂമഴ വർഷിച്ചു. ഇന്ദ്രനീലക്കല്ലിന് സമമായ ഭഗവാന്റെ ആ പാവനമായ ശരീരം യോഗാഗ്നിയിൽ ദഹിച്ച് സുദർശന ചക്ര തേജസ്സിൽ ലയിച്ച് ദിക്കെങ്ങും വിളങ്ങുമാറ് പ്രഭവീശി പ്രകാശിച്ചു. അങ്ങനെ ആ മഹാ തേജസ് വൈകുണ്ഠപുരി പ്രാപിച്ച് വിഷ്ണു ഭഗവാനിൽ ലയിച്ചു. കൃഷ്ണമഹിമകളെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് ദേവവൃന്ദങ്ങൾ പിന്നെയും പിന്നെയും പൂമഴ വർഷിച്ചു. നാരദമുനി കൃഷ്ണഗീതങ്ങൾ വീണയിൽ വായിച്ചുകൊണ്ട് ആനന്ദ നൃത്തം ചെയ്തു. കിന്നര ഗന്ധർവന്മാർ ദേവഗാനങ്ങൾ ആലപിച്ചു. അപ്സരസുകൾ നൃത്തം ചെയ്തു. മഹേശ്വരനും ബ്രഹ്മദേവനും ത്രിദേവികളും ഭഗവാന്റെ സ്വർഗാരോഹണം തൃക്കൺ പാർത്ത് പരമമായ ആനന്ദത്തിൽ മുഴുകി. ഹരേ കൃഷ്ണ. അങ്ങനെ ശ്രീകൃഷ്ണൻ തൻ്റെ കാരണമായ മഹാവിഷ്ണുവിൽ ലയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഭഗവാന്റെ സ്വർഗാരോഹണത്തോടു കൂടി അന്നു മുതൽ കലിയുഗം ആരംഭിച്ചിരിക്കുന്നു എന്ന് ബ്രഹ്മദേവൻ സമസ്ത ദേവഗണങ്ങളോടുമായി പറഞ്ഞു. സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങൾക്ക് അധികാരിയായ ഭഗവാൻ ഒരു കാട്ടാളൻ്റെ അമ്പിന് ലക്ഷ്യമായി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു തന്ത്രം മാത്രമായിരുന്നു. ജനന മരണമില്ലാത്ത താൻ മരണമുള്ള മനുഷ്യനായി ജനിച്ചപ്പോൾ മരണത്തിന് കാരണക്കാരനായി ആ കാട്ടാളനെ ഭഗവാൻ വരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ വേടന് സ്വർഗപ്രാപ്തി അദ്ദേഹം നൽകിയത്. ഹരേ കൃഷ്ണ. ഇതാണ് സർവേശ്വരൻ്റെ സ്വർഗാരോഹണം. ഈ സ്വർഗാരോഹണം അത് ഭാഗവതത്തിൽ വർണ്ണിച്ചിരിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഞാനിവിടെ പറഞ്ഞത്. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റ തവണ കേൾക്കുമ്പോൾ അത് ഓടിച്ചൊന്ന് മനസ്സിലാകുമായിരിക്കും, പക്ഷേ അത്ര വ്യക്തമായി മനസ്സിലാവണം എന്നില്ല. അതുകൊണ്ട് 2-3 തവണ ശ്രദ്ധിച്ചു കേൾക്കണം. അപ്പോൾ സർവേശ്വരൻ്റെ ആ സ്വർഗാരോഹണം അതൊരു ചിത്രം പോലെ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരും. അങ്ങനെ വരുത്തണം. വളരെ വളരെ പുണ്യമാണ് അത്. അതിനു വേണ്ടിയിട്ട് 2-3 തവണ ആവർത്തിച്ച് നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്ത്, അതായത് മറ്റു ജോലികളൊന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്വർഗാരോഹണം കേൾക്കണ്ട. അല്ലാതെ നിങ്ങൾക്ക്
വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇത് കേൾക്കാൻ വേണ്ടി മാത്രമായി കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോഴാണ് അത് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഇവിടെ യദുവംശം എങ്ങനെയാണ് നശിച്ചത്? അമിതമായ മദ്യപാന ആസക്തി, അഹങ്കാരം, കൃഷ്ണനോട് പോലും ഒരു ഭക്തിയോ ഭയമോ ഒന്നും ഇല്ലാത്ത അവസ്ഥ, പരസ്പരം ബന്ധുക്കളും ഗുരുജനങ്ങളും കൂട്ടുകാരുമൊക്കെ വെട്ടിമരിക്കുകയായിരുന്നു. ഗാന്ധാരിയുടെ ശാപം ഉണ്ട്. ഇങ്ങനെയൊരു നാശത്തിന് കാരണമായി മറ്റൊരു കാരണം വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഗാന്ധാരി ശപിക്കുന്നത്. നിങ്ങൾക്ക് ആ കഥ അറിയാം എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മഹാഭാരതം കഥാരൂപത്തിൽ പറയുമ്പോൾ വളരെ വിശദമായി ആ ഭാഗമൊക്കെ നോക്കാം. ഗാന്ധാരി ശപിക്കുന്ന സമയത്ത് കൃഷ്ണൻ ചിരിക്കുന്നുണ്ട്. കൃഷ്ണൻ്റെ വിഖ്യാതമായ ചിരി. എന്തിനാണ് ഇത്രയും വലിയ ശാപം കൊടുത്തപ്പോൾ ഭഗവാൻ ചിരിച്ചത്? അതൊക്കെ നമുക്ക് ഇനി മഹാഭാരതം പഠിക്കുന്ന സമയത്ത് പഠിക്കാം. കാരണം സർവേശ്വരൻ്റെ ഓരോ നോട്ടത്തിലും ചിരിയിലുമൊക്കെ ആയിരം അർത്ഥങ്ങളാണ് ഉള്ളത്. ഭഗവാൻ ഇവിടെ സ്വർഗാരോഹണം ചെയ്തത് എത്രാമത്തെ വയസ്സിലാണ്? 106 വയസ്സ് കഴിഞ്ഞപ്പോഴാണ്. അതായത് അത്രയും കാലം ഭഗവാൻ ജീവിച്ചു. 106 വയസ്സ്, 106.5 വയസ്സ്, 107 ആയില്ല. 106 പൂർത്തിയായതിനു ശേഷമാണ് ഭഗവാൻ സ്വർഗാരോഹണം ചെയ്തത്. BC 3100 എന്നൊക്കെ ഒരു കണക്ക് പറയുന്നുണ്ട്. BC 3100 ഭഗവാൻ സ്വർഗാരോഹണം ചെയ്തത് എന്നാണ് ചില പുസ്തകങ്ങളിലൊക്കെ പറയുന്നുണ്ട്. മറ്റു ചില പുസ്തകങ്ങളിൽ വ്യത്യാസവും കാണുന്നുണ്ട്. എന്തായാലും സർവേശ്വരൻ്റെ സ്വർഗാരോഹണം കഴിഞ്ഞിരിക്കുന്നു. ദ്വാപരയുഗത്തിൻ്റെ അവസാനം അത് ഇനി സംഭവിക്കണം. ദ്വാരകയുടെ നാശം, അതാണ് ഇനി അടുത്ത അധ്യായം. അതുകൂടാതെ അർജുനൻ്റെ പശ്ചാത്താപവും ഉണ്ട്. വളരെ ഭക്തി നിർഭരമായ ഭാഗങ്ങളാണ് അതൊക്കെ. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. അതിനുശേഷം കലികാല വർണ്ണനയുണ്ട്. ഓരോ ഹിന്ദുമത വിശ്വാസിയും അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യമാണ് കലികാല വർണ്ണന. അതും നമുക്ക് പറയാം. പിന്നെ കൽക്കിയുടെ അവതാരമുണ്ട്, അതിനെപ്പറ്റി ഭാഗവതം പറയുന്നുണ്ട്. മാർക്കണ്ഡേയ ചരിതമുണ്ട്. അതിനുശേഷം പ്രളയ ദർശനം. ഇങ്ങനെയൊക്കെയാണ് ഇനിയുള്ള അധ്യായങ്ങൾ വരുന്നത്. അതുപോലെ ഭാഗവത മഹാത്മ്യം, അതോടുകൂടി ഭാഗവതം അവസാനിക്കും. അതായത് ഇനി വളരെ കുറച്ച് അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് പറയാനായിട്ട്. നിങ്ങൾക്ക് ഈ വൈശാഖ മാസം തുടങ്ങിയപ്പോൾ മുതൽ ഞാനിങ്ങനെ പറഞ്ഞു തരുന്ന ഈ കഥകളൊക്കെ മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? മഹാഭാരതം നമുക്ക് ഭാഗവതം കഥകൾ പറഞ്ഞതിന് ശേഷം നമുക്ക് കുറേശ്ശെയായിട്ട് പറയാം. മഹാഭാരതം ആദ്യം മുതൽ കേൾക്കണം എന്നുള്ള ആവശ്യം ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് കുറേശ്ശെയായിട്ട് നമുക്ക് മഹാഭാരതം ആദ്യം മുതൽ, അതായത് പാണ്ഡവരും കൗരവരും ഒക്കെ ജനിക്കുന്നതിനു മുമ്പുള്ള ആ ഭാഗം അതുമുതൽ നമുക്ക് പറഞ്ഞു തുടങ്ങാം. നിങ്ങളുടെ അഭിപ്രായം പറയണം. അതുപോലെ വരാഹി നവരാത്രിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ദേവീ ഭാഗവതത്തിലെ പ്രധാനപ്പെട്ട കഥകൾ അതും കൂടി പറയാം. നിങ്ങൾ
കഥകളൊക്കെ കേൾക്കണം. അതുപോലെ വീണ്ടും വീണ്ടും കേൾക്കണം. എങ്കിലേ പല പേരുകളും നിങ്ങളുടെ മനസ്സിൽ ഉറച്ചിരിക്കുകയുള്ളൂ. സർവേശ്വരൻ്റെ കഥകൾ എത്ര തവണ കേട്ടാലാണ് നമുക്ക് മതിയാകുന്നത്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. ഹരേ കൃഷ്ണ.